இங்கே என் வீட்டுக்குள்ள சாப்பாடு கிடைக்கும், ஒன்றினும் ஒரு குறவுமே இல்லை. ஏ பெஸ் பிள்ளையா, அந்த மாதிரி உனக்கு சாப்பாடு கொண்டு வந்துட்டு திரும்பி போயாச்சு இல்லையா? ஏ இங்கே சாப்பாடாக இருந்தாலும் என்னதான் இருந்தாலும் பேஸ் பண்ண முடியாது. മനസ്സിലായോ ചൈത്ര കുട്ടിക്ക്? ഇന്ന് മുതൽ ഇത് നിന്റെ വീട്. ഇന്ന് നമ്മുടെ ആദ്യ രാത്രി. നിനക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് നിന്റെ അമ്മായി പറഞ്ഞു. നിങ്ങളെ ഇഷ്ടമില്ലേ? എന്താ? എനിക്ക് നിങ്ങളെ ഇഷ്ടമില്ല. എനിക്ക് നിങ്ങളെ ഒട്ടും ഇഷ്ടമില്ല. നിനക്ക് എന്നെ ഇഷ്ടമല്ല, എന്നെ ഇഷ്ടമല്ല. ഓക്കേ. ഓ கடவுளே, சைத்ரா நீ ஆக்ட் பண்ணிட்டு இருந்தியா? நான் முட்டாளா? யா, ஆனா உனக்கு ஒண்ணு தெரியுமா? இங்க நடந்தது எல்லாமே போய் கள்ளம். இந்த ஆச்சாரம், திருமணம், ഈ ഉറവ് എല്ലാമേ പോയി. മനസ്സിലായില്ല? നമ്മുടെ കല്യാണം എല്ലാം കള്ളമാണെന്ന്. ആണോ? നിയമപ്പടി നീ എൻ മനവി, എൻ്റെ ഭാര്യ, ഞാൻ നിന്റെ ഭർത്താവ്. പുരിഞ്ചതാ? അത് എന്തിനാണെന്ന് ഉനക്ക് പുരിയും. പെട്ടെന്ന് തന്നെ ഒന്ന് മനസ്സിലാക്കും. ഇന്ന് രാത്രി കൊണ്ട് നിന്നെ എനിക്ക് മാത്രം സ്വന്തം. വേണ്ട, നീ തൊടണ്ട, തൊടണ്ട, ഞാൻ സമ്മതിക്കില്ല. തൊടണ്ട. ഇവള് സീക്രമാകട്ടെ നിന്റെ ഭാര്യ. എനിക്ക് നിങ്ങളെ പേടിയാ, എനിക്ക് നിങ്ങളെ പേടിയാ. എന്തിനാ? ഞാനെന്ത് തെറ്റ് ചെയ്തിട്ടാ? എന്തിനാ എന്നെ? പ്ലീസ് പ്ലീസ് എന്നെ വെറുതെ വീട്. ശരീരത്തെ തുടങ്ങാൻ സമ്മതിക്കില്ല. എനിക്ക് നിങ്ങളെ വെറുപ്പാ, വെറുപ്പാ. അങ്ങനെ ആരുടെ മുന്നിൽ അടിയോറ വെക്കുന്നുള്ളത് ചൈത്രേ? അങ്ങനെ വെക്കില്ല. അങ്ങനെ ചെയ്യേണ്ടി വന്ന എന്നെ തൊട്ട് പോരുത്, തൊടണ്ട. என்ன விஷயம்? சாரி சார், சென்னைனா. ஹலோ. എന്തിനു കൃഷ്ണ, എന്തിനാ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യട്ടെ? എന്തിനാ? കൊല്ല്.
ആ കൊച്ചിൻ്റെ ദേഹം മൊത്തം മുറിവ, ചതവും പാടും, നെഞ്ചത്ത് പോലും. ദാ വടി കൊണ്ടടിക്കുകയല്ലേ, അതിൻ്റെ പാട്. താനങ്ങ് വല്ലാതെ പേടിക്കുന്നുണ്ടല്ലോ. കൊച്ചാരെയാ പേടിക്കുന്നേ? കൊച്ചെന്നാ വിചാരിച്ചു കാണും? എങ്ങനെ എൻ്റെ മുഖത്ത് നോക്കും? അത് കെട്ടിയൊരു കൊച്ച്. ഏത് കൂപ്പിനകത്ത് നേരത്താണോ എൻ്റെ കൈ തട്ടിയ ഷവർ ഓണായത്? എന്നെപ്പറ്റി എന്നെ വിചാരിക്കും. കൂപ്പ് പോ. അത് അറിയാതെ അങ്ങനെ കൈ തട്ടി വെള്ളം വീണ് അറിയാതെ. എൻ്റെ കൊച്ചോളതങ്ങ് പറയാം, അറിയാതെ അങ്ങ് പറ്റിയതാ. കൊച്ചു വീഴാതിരിക്കാനാണ് പിടിച്ചേ, വേറൊന്നുമല്ല കേട്ടോ. പിന്നെ മുറിവ് നീർന്നുണ്ടോ? കഴിച്ചേച്ചേ, നമുക്ക് ഡ്രസ്സ് ചെയ്യാം. മരുന്ന് വെച്ചേച്ചേ. സാരി നന്നായിട്ടുണ്ട്, കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? നിന്നെ സാരി ഉടുപ്പിച്ച് തന്നില്ലയോ? അതാ കീർത്തി ചേച്ചി. പിന്നെ കൊച്ചിനതിന് ഷവറിൽ നിന്ന് വെള്ളം വീണപ്പോൾ പേടിച്ചേ. എനിക്ക് മോളിൽ നിന്ന് വെള്ളം വീണേന്ന് അറിയില്ലായിരുന്നു. പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല, കണ്ടിട്ടില്ലാത്തോണ്ടാ. എന്നോട് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, എനിക്ക് മനസ്സിലാവും. എന്നെ സഹായിക്കാൻ നോക്കിയതല്ലേ. കൊച്ചിനൊന്നും കഴിക്കണ്ടായോ? വാ. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലയോ? എന്നാ നോക്കുന്നേ? കഴിക്കുക, എന്നിട്ട് വേണം മെഡിസിൻ കഴിക്കാൻ. എന്നാ കഴിക്കുന്നില്ലയോ? ഞാൻ എടുത്തു തരണോ? അതല്ല, പിന്നെ ഇത് മുട്ട ചതവിനൊക്കെ നല്ല ബെസ്റ്റാ. നല്ല കുരുമുളക് ഇട്ടുണ്ടാക്കിയത്. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിക്കാരും പാലക്കാരും ഒക്കെ മേലനങ്ങി ഇച്ചിരി പണിയെടുക്കുമ്പോൾ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പച്ചമുട്ടയ്ക്കകത്ത് കുരുമുളക് ഉപ്പിട്ടൊക്കെ ഒരു പിടിയുണ്ട്. അതിൻ്റെ ഗുണം കൊച്ചിനെ അറിയാവോ?
അങ്ങനെ വരട്ടെ. ഈ മൂന്നരുടെ എക്സ്പ്രഷൻ വെച്ചിട്ട് എന്നതാ ഞാൻ ഊഹിക്കണ്ടേ? എന്നായാലും ഒന്നേ പറയാനുള്ളൂ കൊച്ചേ, മുട്ട കഴിക്കുകയല്ലെന്ന് മാത്രം ദൈവം തമ്പുരാനെ ഓർത്ത് പറയല്ലേ. കഴിക്കുകയല്ലാന്ന് സാരം. വേറെ എന്നൊക്കെയാ കഴിക്കാൻ മേലാത്തത്? അത് ഞാൻ മാംസമൊന്നും കഴിച്ച് ശീലമില്ല. ഓക്കെ. എൻ്റെ കൃഷ്ണ, ഞാൻ ബുദ്ധിമുട്ടുണ്ടാക്കണം. എന്നാലും ആരയാള്? ഇതൊരു പോക്ക, ഇതൊരു സംസാരം. പേടിയാവുന്നുണ്ട്. എന്നാൽ ചില സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പോലും മനസ്സിലാവണില്ല. എങ്ങോട്ടേക്ക് പോയേ? ഇവിടെ എന്താ വേണ്ടേ? ഈ വെജിറ്റബിൾ മാത്രം ഇട്ടുണ്ടാക്കിയത് എന്നൊക്കെയുണ്ട്? വെജായിട്ട് വെജ് കുർമ, പനീർ മസാല, വെജ് നൂഡിൽസ്, ഗീ ദോശ, ഇഡ്ഡലി, സാമ്പാർ, ഗോബി 65, ചില്ലി ഗോബി, ഉപ്മാവ്, മസാല ദോശ. ഓക്കെ. മസാല ദോശ എടുത്തു, അത് മതി. ഫില്ലിങ് നല്ല ക്വാളിറ്റി ഉണ്ടാവണം. ചട്നി, സാമ്പാർ, സ്പെഷ്യലായിട്ട് എന്നതെങ്കിലും ഉണ്ട്, അതും കൂടി വെച്ചു. എന്റെ പൊന്ന് സാറ്, ഇതെല്ലാം അതിനകത്ത് തന്നെ ഉള്ളതാ. അത്രയും കേട്ടോണ്ട് ചേട്ടൻ്റെ ചെവിയുടെ ഫിലമെൻ്റ് ഒന്നും അടിച്ചു പോയില്ലല്ലോ. പറഞ്ഞ എൻ്റെ വായിക്കൊരു കുഴപ്പമില്ല. എന്നാ വേഗം എടുക്ക്. മസാല ദോശയാ, പിടിക്കുവോ? ആർക്കറിയാം, വാ തുറന്നാലല്ലേ വല്ലതും അറിയത്തുള്ളൂ. കഴിക്ക്. അല്ലേ വേണ്ട, വാ അങ്ങോട്ട് തുറക്കുന്നു. ഇതേ നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. ഏബിച്ചൻ ഇവിടെ വരുമ്പോൾ അവിടെ നിന്ന് വാങ്ങുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ അങ്ങനെയൊന്നും വാങ്ങുകയില്ല. വല്ല ബ്രെഡോ മുട്ടയോ വാങ്ങിച്ചുണ്ടാക്കി തന്നെ, അത്രേ ഉള്ളൂ. അവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാന്ന് ഏബിച്ചൻ പറഞ്ഞിട്ടുണ്ട്. കൊച്ചിൻ്റെ അഭിപ്രായം എന്നാ? കൊള്ളാവോ? ആഹാ, നോക്കട്ടെ. കൊള്ളാം. പാത്രക്കും ഇന്നാ എബിച്ചനെ സ്നേഹമുള്ളവനാ. പക്ഷെ കാര്യം എന്നാ പറഞ്ഞാലും അവനൊത്തിരി ഇഷ്ടമുള്ളൊന്നും ഷെയർ ചെയ്യലെന്നേ. അല്ല, അത് ഞങ്ങളുടെ പാലമറ്റംകാടൻ പാലക്കൽ ഒരു ഇതാണേ. ഏത്? അത് തന്നെ. ഇപ്പോഴാ ഇതൊന്നും ടേസ്റ്റ് ചെയ്യാൻ പറ്റിയേ. കുഴപ്പമില്ല, നല്ലതൊക്കെ തന്നെ. എന്നാ പറഞ്ഞാലും എന്നെ കൊണ്ട് പറ്റുകയില്ല ഇതൊക്കെ തിന്ന് ജീവിക്കാൻ. നമുക്ക് സൈഡിൽ കുറച്ച് ഇറച്ചിയും മീനും ഒക്കെ വേണം, നിർബന്ധമാണ്. മമ്മിയുടെ പോത്ത് വെച്ചിട്ടുള്ളൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. ഓർക്കുമ്പോൾ തന്നെ നാവിൽ വെള്ളം വരും. വീട്ടിൽ ചെന്നച്ച് വേണം ഉണ്ടാക്കി തരാൻ പറയാം. കഴിക്ക്. ചിരി കാണാൻ എന്നാ രസം. പല്ലിച്ചിരി പൊങ്ങിയിട്ടുണ്ടല്ലേ. കമ്പിയിട്ട് താഴ്ത്തി പൊളിയായിരിക്കും. കുഞ്ഞോളുടെ പല്ലിച്ചിരി പൊങ്ങിയതായിരുന്നു ഇങ്ങനെ സൈഡിൽ. അവളങ്ങനെ ചെയ്തേ. ഇപ്പോൾ 32 പല്ലും കാണിച്ചുള്ളൊരു കിണിയൊന്ന് കാണേണ്ടതാ. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ഞാനേ പ്ലേറ്റ് അങ്ങ് വെച്ചേച്ച് തരാം. വാ കഴുകണ്ടായോ? എന്നാ വാ, പിന്നെന്നെ ഇങ്ങനെ ഇരിക്കുന്നേ. കൊച്ചെന്നാ റെസ്റ്റ് എടുത്തോ. പിന്നെ ആ ചിരി നല്ല ഭംഗിയുണ്ട്, അത് കളയണ്ട. ചിരി കാണാൻ എന്നാ രസം. പിന്നെ ആ ചിരി നല്ല ഭംഗിയുണ്ട്, അത് കളയണ്ട.
ആരാ വിളിച്ചേ? അത് നമ്പറായിരുന്നോ? അല്ല, ഓ, ഏബിച്ചാനാണോ? ഇവന് കമ്പനിയിൽ വേറെ പണിയൊന്നുമില്ലേ? മെസ്സേജ് ഉണ്ടല്ലോ. നീ എന്നാ തോലിക്കാൻ എവിടെ പോയി കിടക്കുവാടാ? മീറ്റിങ്ങിനും കയറാതെ തോന്നിയ വാസന എന്നെ വേണേലും ആകാന്ന് വെച്ചോ. അപ്പന്മാർ രണ്ടുപേരും ഇവിടെ കിടന്ന് കയറ് പൊട്ടിക്കുന്നുണ്ട്. വിളിച്ചാൽ അവൻ ഫോണും എടുക്കുകയില്ല. പൊന്നു മോനെ ഡാനി, ഇപ്രാവശ്യം ഇതൊതുക്കാൻ എന്നെ കൊണ്ട് മേല. എന്നാന്ന് വെച്ചാൽ തന്നെ അയക്കും. ഇത് ഇച്ചിരി കൂടുതൽ തന്നെ. ഇനി ഒരാഴ്ചത്തേക്ക് കുടുംബത്ത് കയറാൻ പറ്റുകയില്ല. ഞാൻ കാരണമാണോ? പിന്നല്ലാതെ, ഇന്ന് മീറ്റിങ്ങും കഴിഞ്ഞ് വൈകുന്നേരം കുടുംബത്ത് കയറേണ്ട ഞാനാ. കുറഞ്ഞത് ഇനി ഒരാഴ്ചത്തേക്ക് കുടുംബത്തേക്ക് കയറാൻ പറ്റുകയില്ല. ഞാൻ പൊയ്ക്കോളാം, എന്നോട് ക്ഷമിക്കണം. ഞാൻ പോകാൻ വല്ലവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ അഡ്രസ്സ് താ, അല്ല കെട്ടിയോൻ നമ്പർ താ. വീട്ടുകാരുടെ അല്ല, ഇത്രയും നേരമായിട്ടും ഒരു ദിവസം കഴിഞ്ഞിട്ടും വീട്ടിൽ നിന്ന് ഒരാളെ കാണാതായിട്ട് അവർക്ക് അന്വേഷിക്കൊന്നും വേണ്ടേ? കൊച്ചു കെട്ടിയോൻ്റെ നമ്പർ ഇതാ. വേണ്ട, എനിക്ക് പേടിയാ. ഞാൻ വീട്ടിലും പൊയ്ക്കോളാം. എനിക്ക് പേടിയാ. എനിക്ക് അയാളുടെ ഭാര്യയാവുന്നു. എനിക്ക് പേടിയാ. കൊച്ചു കരയാൻ തുടങ്ങിയോ? എന്നാ കൊച്ചേ, അങ്ങനെ വല്ല തണ്ണിപ്പാട്ടി വാന്നോ? അങ്ങേരാന്നോ നിന്നെ ഈ ഇഞ്ചൻ പരുവാക്കിയേ? ആന്നേലും നമുക്ക് സംസാരിച്ച് സെറ്റാക്കാന്നേ. അയാൾ നിന്നെ എന്നാ ചെയ്തേ? പറയടി. പേടിച്ചു പോയോ? ഇതൊക്കെ ഡാനിയുടെ ട്രിക്കല്ലയോ കൊച്ചേ? നിനക്ക് എന്തെങ്കിലും പറയാൻ തോന്നുവാണേ മാത്രം പറയേ. ഞാനിവിടെ തന്നെ ഉണ്ട് കേട്ടോ. ശരി. അതെ, എന്നാ? താങ്ക്സ്. എന്നാത്തിന്? എന്നെ ഇത്രയും സഹായിച്ചില്ലേ? എനിക്ക് പുതിയ സാരി വാങ്ങി തന്നു, ആരും തന്നു. എല്ലാറ്റിനുപരിയായി എൻ്റെ ജീവിതവും എൻ്റെ ജീവനും മാനവും രക്ഷിച്ചു. ഇതിൽ കൂടുതലൊന്നും വേണ്ട. എനിക്ക് നന്ദി പറയാൻ. ഒരു ദിവസം നീ ആരും ഇങ്ങനൊന്നും നോക്കിയിട്ടില്ല, ആരും എന്നോട് സംസാരിച്ചിട്ടുമില്ല. ഒത്തിരി നന്ദി. നന്ദിയൊന്നും വേണ്ട കൊച്ചേ. ഈ പത്രത്തിലും വാർത്തയിലും ഒക്കെ ഓരോ ദാരുണാവസ്ഥകൾ ദിവസവും കാണുന്നതല്ലയോ? ഈ അവസ്ഥയിൽ ഒരു പെൺകൊച്ചിനെ കണ്ടേച്ച് കാര്യം എന്നാന്നറിയാഞ്ഞിട്ടൊരു സമാധാനം കിട്ടുന്നില്ല. ആ കൊച്ചിന് പറയാമല്ലേ വേണ്ട. കൃഷ്ണ, വിശ്വസിക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്താ ചെയ്യാൻ പറ്റും എന്നെ കൊണ്ട്? എനിക്ക് എങ്ങനെ ഇവിടുന്ന് പോകണം? ആരും ബുദ്ധിമുട്ടിക്കണ്ട, അവരെന്നെ കണ്ടുപിടിക്കും. എനിക്ക് പേടിയാ കൃഷ്ണ. എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. അയാൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമായിരിക്കും. പറയണോ വേണ്ടേന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടണില്ല കൃഷ്ണ. ഞാൻ പറഞ്ഞോട്ടെ എന്റെ കാര്യങ്ങളൊക്കെ? എങ്ങനെ വിശ്വസിക്കാൻ? ഞാൻ ഒരു രാത്രിയില് സുരക്ഷിതമായി സംരക്ഷിക്കാമെങ്കിൽ വിശ്വസിക്കാവുന്ന ആളായോണ്ടല്ലേ. ഇങ്ങനെ മനുഷ്യരുണ്ടോ ഈ ലോകത്ത്? പെണ്ണിന്റെ മണം അടിക്കുമ്പോ കാമക്കൊതി കൊണ്ട് നോക്കുന്നവരെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ കൂട്ടത്തിൽ നല്ലവനായ ഒരുത്തനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഒരു രാത്രി മുഴുവൻ ബോധമില്ലാണ്ടിരുന്നിട്ട് നീ ഇത്രയും നോക്കിയില്ലേ? അതുപോലെ കണ്ട വിശ്വസിക്കാൻ. ഞാൻ വിശ്വസിച്ച് പറഞ്ഞോട്ടെ, എനിക്ക് എവിടെയെങ്കിലും ഒന്ന് സുരക്ഷിതമാണ്. ആഹാ, കുഞ്ഞിവിടെ ഉണ്ടായിരുന്നോ? ആ പിന്നല്ലയോ, ഇതന്നെ രാജേട്ടാ, വെട്ടു കുറവാന്നോ? ആന്നേ, തുരിശടിക്കാൻ സമയമായില്ലയോ? ശരിയാന്നല്ലോ, പപ്പയോട് പറഞ്ഞില്ലേ? ആ പറഞ്ഞു അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരുമെന്നാ പറഞ്ഞ്. ആന്നോ? ആ തിരക്കൊക്കെ അല്ലയോ, അതാ. അറിയാം കുഞ്ഞെ. അല്ല, കുഞ്ഞിന്ന് ഇവിടെ കാണുവോ? കാണും.
അയ്യോടാ, എന്നാ പിന്നെ ഞാൻ ലിസിയോട് പറയാം കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാൻ. കുഞ്ഞിന് എന്നാ വേണ്ടേ? ഓ എന്നതിന് എൻ്റെ രാജേട്ടാ ചേച്ചിയെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കാൻ. എന്നാ ബുദ്ധിമുട്ടാ എൻ്റെ കുഞ്ഞെ? എനിക്കറിയാവുന്നതല്ലയോ, നമുക്കൊരു ദിവസം കൂടാന്നേ. ആ എബിക്കുഞ്ഞായിരുന്നു ഇപ്പൊ ചാടി വീണേനെ. കുഞ്ഞും അങ്ങനെ ആയിരുന്നല്ലോ, ഇപ്പൊ എന്നാ പറ്റിയേ? ആ, അത് ഒന്നും ഉണ്ടായിട്ടല്ല, എന്തോ ഇപ്പോൾ അങ്ങനെ തോന്നുന്നില്ല. ആയിക്കോട്ടെ, എന്നതായാലും ഞാൻ അവളോട് പറയാം. വേണേൽ ഞാനങ്ങ് പറയാം, ഞാൻ വന്ന് ചോദിച്ചു വാങ്ങിക്കോളാം. ഓ ശരി, എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. ചെല്ലില്ല. കൃഷ്ണ, അപ്പൊ കാണുന്ന തോട്ടമൊക്കെ അവരുടെയാ? വലിയ ആൾക്കാരാണെന്ന് തോന്നുന്നു. ആരെങ്കിലും എന്നെ കണ്ട എന്താ വിചാരിക്കാം? ആ ചേട്ടൻ്റെ കൂടെ ഇവിടെ ഒറ്റയ്ക്ക് എനിക്ക് എങ്ങനെയും പോയേ പറ്റൂ കൃഷ്ണ. നീ എന്നെ നടി കൊച്ചി, ഇതിനകത്ത് തന്നെ ഇരുന്നേച്ച് എന്നെ എടുക്കാന് ബോറടിക്കുന്നൊന്നും ഇല്ലയോ? പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങും. ഞാനെങ്ങനെയാ? എന്നാ നടക്കാൻ പറ്റാത്തോണ്ടാണോ? അത് മാത്രല്ല, ആരെങ്കിലൊക്കെ കണ്ടാ എനിക്ക്. അത് ശരിയാ. അല്ല, ആര് കാണാനാ? വെട്ട് കഴിഞ്ഞേച്ച് രാജേട്ടനാണ് ലാസ്റ്റ് ഇവിടുന്ന് പോകുന്നത്. പിന്നെ ഇനിയിപ്പോ എല്ലാരും പണിക്കൊക്കെ കയറിയില്ലോടി. 5 മണിയൊക്കെ ആവും പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ. വാ, നമുക്ക് വെളിയിലെങ്ങാനും പോയിരുന്ന് വർത്താനമൊക്കെ പറയാം. എനിക്കിങ്ങനെ ഇരുന്നിട്ട് ബോറടിക്കുന്നു വെച്ചേ. എനിക്കിങ്ങനെ ഇരുന്ന് ശീലമില്ലെന്നേ. നിനക്കൊന്നും പറയാനില്ലെങ്കിൽ വേണ്ട, ഞാൻ പറയാം, നീ കേട്ടാ മതി. വാ. നല്ല കാറ്റുണ്ടല്ലയോ? അയ്യോ, എന്തേ കരയണാണോ? എന്തിനാ കരയണേ? വിശന്നിട്ടാവോ? അതുണ്ടോ പാവം. എന്തേ അമ്മയുടെ? എന്തിനാ അമ്മയുടെ അടുത്തൊന്ന് പറഞ്ഞു വന്നേ? നിനക്ക് വിശക്കുന്നുണ്ടാവും അല്ലേ? കരയാതെ, അമ്മ നിന്റെ അടുത്ത് തന്നെ വരും കേട്ടോ. നിന്നെ സഹായിക്കണമെന്നുണ്ട്. എനിക്ക് എങ്ങനെ ആവുക? ആരെങ്കിലും നിന്നെ ഉപദ്രവിക്കുമോ? ഇല്ല, ഞാൻ പ്രാർത്ഥിക്കാട്ടോ. കരയാണ്ടിരിക്കേ. നീ അമ്മയുടെ അടുത്ത് എത്തു കേട്ടോ. അമ്മയുടെ അടുത്ത് എത്തിയാൽ നീ ആരെയും പേടിക്കണ്ട. അമ്മയുണ്ട്, എനിക്കൊന്നും പറ്റില്ല. അച്ഛനുണ്ട്, നമ്മൾ ആരും ഉപദ്രവിക്കില്ല. ഞാൻ വിചാരിച്ച പാർട്ടിയല്ല. ഇണങ്ങിയ ഓക്കെ, ഇണക്കാൻ എനിക്കറിയാം. അത് പറന്നു പോയി. പാവം, എന്തൊരു കരച്ചില്ലായിരുന്നു. എന്തിനാ ചിരിക്കണേ? ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ? പറയാൻ പറ്റട്ടെ? എനിക്ക് പറയണ്ട. ഇതിനെ എത്ര കളിയാക്കി ചിരിക്കണം. എന്റെ കൊച്ചി, അത് കരഞ്ഞതൊന്നുമല്ല, അത് പാട്ട് പാടിയതാ. അല്ല. ആന്നടി കൊച്ചി, അത് പാട്ട് പാടിയതാ. അത് രാപ്പാടിയാ. അല്ല, അത് കരഞ്ഞതാ. എനിക്കറിയാം. നിനക്ക് കോപ്പറിയാം. അതിനെന്തിനാ ചീത്ത വിളിക്കണം? അത് കരഞ്ഞതാ. എനിക്കറിയാം. ഡി, ഇങ്ങോട്ട് നോക്ക്. നീ കേട്ടിട്ടില്ലയോ? രാപ്പാടി കേഴുന്നുവോ? അത് കരഞ്ഞതാ. എനിക്കറിയാം. എന്റെ പൊന്നടാവ, ഇത് എന്നാ കഷ്ടവാ. ഈ കൊച്ചിനെ തലയിലോട്ട് കയറിയല്ലേ. എന്റെ മോനെ, അതിന്റെ പേരാണ് നൈറ്റിംഗേൾ, രാപ്പാടി. അത് പാട്ട് പാടിയതാ, കരഞ്ഞതല്ല. അത് തന്നെ ഒരു അമ്മയാ. അതിന്റെ വലിപ്പം അത്രേ ഉള്ളെന്ന്. എന്നതായിരുന്നു? കരയണ്ട, അമ്മയുടെ അടുത്ത് എത്തോട്ടോ.
ഇപ്പൊ മനസ്സിലായില്ലയോ? അല്ല, എനിക്കറിയാം, അത് കരഞ്ഞതാ, നന്നായിട്ട് കരഞ്ഞു. ഷേടാ, ഈ കൊച്ചിന്റെ തന്നെതാ, അത് പാട്ട് പാടിയതാന്ന്. 24 മണിക്കൂറും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പാട്ട് കേട്ടാലും കരയുവാണെന്നേ തോന്നത്തുള്ളൂ. എനിക്ക് നല്ല ദേഷ്യം വരണുണ്ടേ. ഏത് വഴി? ദേഷ്യമൊക്കെ ഉണ്ടോ? ഞാൻ എന്താ പറഞ്ഞേ? ശരിയുണ്ട്, സഹായിച്ചാണോടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നതാടി? പെടടി, പെടാൻ, ദേഷ്യപ്പെടടി. നിന്റെ മോന്തയ്ക്ക് ngീങ്ങി മാത്രമല്ലാതെ വേറെ എന്തെങ്കിലും വികാരം വരുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓ, ശരിയാണല്ലോ, നീ മനുഷ്യന്മാരോടൊന്നും സംസാരിക്കുകയില്ല. നേരം വെളുത്തേച്ച് 4-5 മണിക്കൂറായിട്ട് അവളോട് ഞാൻ കലകലാന്ന് അലച്ചോണ്ടിരിക്കുക. ഒരു മനുഷ്യനാണെന്നുള്ള പരിഗണന പോലും തരാതെ അവള് കിളിയോട് സംസാരിച്ചു. അതുകൊണ്ടല്ല, അത് കരയണുണ്ടല്ലോ. അത് കരഞ്ഞതല്ലടി. അത് പോട്ടെ. കൂട്ടുകാരുണ്ടോ? കൂട്ടുകാരുടെയൊക്കെ പേരെന്നാ? ആരുമില്ല. ഓ, നിന്റെ കൂട്ടുകാർ ഇതുപോലത്തെ കക്ഷികളായിരിക്കും. മുമ്പേ വന്നില്ലയോ? എന്നാ പോരട്ടെ. പെറ്റുണ്ടോ? അതായത് ഈ വളർത്തുന്ന പക്ഷിയോ മൃഗമോ അങ്ങനെ എന്തെങ്കിലും? ആഹാ, എന്നതാ പേരെന്നാ? സീത, ചാരു, കുട്ടു, കിങ്ങിണി, ശാരദ, അമ്മിണി, പിന്നെ മണിക്കുട്ടി. ഞാൻ വരുന്നതിന് മുന്നേ 2 ദിവസം മുന്നേ അമ്മിണി ചത്തുപോയത്. അമ്മിണി ചത്തോ? അയ്യോടാ പാവം. അല്ലടി കൊച്ചേ, ഇതൊക്കെ നിന്റെ ആരായിട്ട് വരും? അല്ല, ഞാൻ നിന്നോട് ചോദിച്ചത് നിന്റെ പെറ്റിൻ്റെ കാര്യമല്ലയോ? നീ പിന്നെ ഈ നാട്ടുകാരുടെ കാര്യമൊക്കെ എന്നോട് പറയേണ്ട കാര്യമുണ്ട്? ഞാൻ അതാ പറഞ്ഞത്. അങ്ങനെ എങ്ങനെ? പിന്നെ കേക്കട്ടെ, ഇവരൊക്കെ ആരാ, എന്നതാ, പറ. അവർക്കൊക്കെ പേരിട്ടത് ഞാനാ. സീത എൻ്റെ പശു, എൻ്റെ ഒപ്പം വളർന്നവള്. കുട്ടും കിങ്ങിണിയും കോഴികളാ. ഒരുപാട് സ്നേഹമുള്ള 2 പേര്. ഒരാളില്ലെങ്കിൽ മറ്റേ ആളില്ല. അവരുടെ അമ്മയാ ശാരദ. ചാരു ചെറിയൊരു നായ്ക്കുട്ടിയാ. ആരോ കളഞ്ഞിട്ട് പോയതാ. നായ്ക്കുട്ടികൾക്കൊക്കെ ഒരു വല്ലാത്ത സ്നേഹം. ഒരു നേരത്തെ അന്നത്തിന് ഒരു ജന്മത്തെ സ്നേഹം മുഴുവൻ വാരിക്കോരി തരും. പിന്നെ മണിക്കുട്ടി താറാവാ. അവക്കുണ്ടായ ഒരു വലിയ മുറിവ് ഞാനാ ശരിയാക്കി കൊടുത്തത്. മരുന്ന് വെച്ച് എല്ലാം ശരിയാക്കി കൊടുത്തു. അതുകൊണ്ടാവും എന്നോട് അത്ര അടുപ്പം. അമ്മിണിയെ ഞാൻ സ്നേഹിച്ചു വരുമായിരുന്നു. അല്ല, എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അവിടെ വന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാ വന്നതുപോലെ തന്നെ തിരിച്ചുപോയി. എന്താ ചിരി വരണുണ്ടോ? അതല്ല, ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന്റെ ഹൃദയത്തെ ഇത്ര പ്രാവശ്യം തകർക്കാൻ പറ്റും. 1 പ്രാവശ്യം, 2, 3, ഒരു ജന്മം മുഴുവൻ. എൻ്റെ ജീവിതത്തിൽ ഒരു വ്യക്തിയല്ല, 2 അല്ല, 3 തകർത്ത് ഇതൊക്കെ ചെയ്യുന്നത് മനസ്സും മനസാക്ഷിയും ഇതേ ഹൃദയമുള്ള മനുഷ്യരൊക്കെ തന്നെയാണ്. ഓരോ വർഷവും, ഓരോ മാസവും, ഓരോ ദിവസവും, അതിലെ ഓരോ നിമിഷവും കേൾക്കാൻ നിങ്ങളിപ്പോൾ ചിരിച്ചു കളഞ്ഞ ആ പ്രാണികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് എൻ്റെ ജീവിതത്തിലുള്ള സ്ഥാനം ആർക്കും മനസ്സിലാവില്ലേ? അത് ബോധ്യപ്പെടുത്താൻ എനിക്കൊട്ടും താല്പര്യമില്ല. ഞാൻ അങ്ങനെയല്ല. ഞാൻ മാമനൊപ്പം പഠിച്ചതാ ഇവരോടൊക്കെ ഇത്ര അടുക്കാൻ. പാവന്റെ സീത അപ്പോ മാമനാണ് നിന്റെ പങ്കാളി അല്ലയോ? എന്നിട്ടാണോ നീ ഇറങ്ങി? അത് വിട്, പോട്ടെ. മാമൻ്റെ നമ്പറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മാമൻ മരിച്ചു.
പോയി. ഓ സോറി. ഹാ, എന്നാ ഒരു കാറ്റല്ലയോ, റബ്ബറിൻ്റെ മണവാ. ഹാ, എനിക്കാണെ അതങ്ങ് വലിയ ഇഷ്ടമാ. നിനക്കോ? അത് പിന്നെ ഇതൊക്കെ നിങ്ങളുടെയാണോ? ഞങ്ങളുടെ ആണോന്നോ? ആണാണ്. ഇത് മൊത്തം ഒരു 40-42 ഏക്കർ കാണും. എബ്രഹാമും മാത്തപ്പനും കൂടെ ഒക്കെ നോക്കി നടത്തുന്നേ. തുരിശടിക്കാൻ സമയമായെന്ന് രാജചേട്ടൻ പറഞ്ഞു. അതൊക്കെ പിന്നെ അപ്പം നോക്കിക്കൊള്ളുന്നേ. ഈ രാജചേട്ടൻ എന്ന് പറയുന്നതേ അപ്പൻ്റെയൊക്കെ അപ്പനുള്ളപ്പം മുതലേ ഇവിടെ ഉണ്ട്. ഞങ്ങളെയൊക്കെ വലിയ കാര്യമാണേ. ചേച്ചിക്കും അതെ, ലിസി എന്നാ പേര്. നിന്നോട് പറയാൻ മറന്നേ, എനിക്ക് നാളെ എറണാകുളം വരെ പോകണം കേട്ടോ, ജോലിയുടെ ഒരു ആവശ്യത്തിനാണ്. അതുവരെ ഇവിടെ ഇരുന്നോണം. എപ്പോഴാണ് വരുന്നതെന്നൊന്നും അറിയില്ല, അതുകൊണ്ടാണ്. എനിക്ക് പേടിയാ ഒറ്റയ്ക്ക്. ഇവിടെ പേടിക്കാനൊന്നും ഇല്ലടി എൻ്റെ കൊച്ചേ. അതല്ലയോ നിന്നെ ധൈര്യമായിട്ട് വിട്ടേച്ച് പോന്നേ. TV ഒക്കെ കണ്ടങ്ങ് ഇരുന്നേച്ചാൽ മതി, കേട്ടല്ലോ? എനിക്ക് പറ്റില്ല. ആന്നോ? എന്നാ പിന്നെ നീ എൻ്റെ കൂടെ അങ്ങ് പോര്. ഞാനില്ല. നോക്കിയിരുന്നേച്ചാൽ മതി. ഇപ്പം തന്നെ കൊണ്ടുപോകാം. മര്യാദയ്ക്ക് കാലും കൈ അടക്കിനകത്ത് അങ്ങനെ ഇരുന്നോണം. ഇയാളുടെ അടിമ കാലും കൈയും വയ്യാണ്ടായി പോയി. ഇല്ലെങ്കിൽ എന്നാ? പിന്നെ എടി കൊച്ചേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിന്നെ അന്വേഷിക്കാനും പറക്കാനൊന്നും ആരും ഇല്ലയോ? അല്ല, കാണാതെ അയച്ച് ഇപ്പം തന്നെ 1-2 ദിവസം ആയില്ലയോ? ഇതുവരെ ഒരു മിസ്സിംഗ് കേസ് പോലും ഫയൽ ചെയ്തിട്ടില്ല. ഞാൻ നമ്മുടെ സ്റ്റേഷനിലൊക്കെ അന്വേഷിച്ച്. നീ ഇറങ്ങി പോകുന്നതാണോ നിന്നെ ഇറക്കി വിട്ടതാണോ? പറയ്. നിന്നെ തിരക്കി വരാൻ ആരും ഇല്ലയോ? അങ്ങനെ ആരും ഇല്ലെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയില്ലയോ? സഹോദരങ്ങളില്ലയോ? എന്നതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാന്നേ. നിൻ്റെ വീട്ടുകാരോട് ഞാൻ സംസാരിക്കാം. എന്നതെങ്കിലും ഒന്ന് പറയണ്ടേ കൊച്ചേ. എവിടെ നിൻ്റെ വീട്? കുടുംബക്കാർ തന്നെ ചെയ്തില്ല. വീട്ടുകാർ തന്നെ നിന്നെ ഈ പരുവാക്കിയെന്നോ? അതെന്നെ വർത്താനം എൻ്റെ കൊച്ചേ. നിന്നെപ്പോലുള്ള കൊച്ചുങ്ങൾക്ക് അപ്പനും അമ്മയും ഈ പ്രായത്തിലൊന്ന് തല്ലിയ വലിയ കുറവാണ്. അപ്പം തന്നെ പെട്ടിയും കിടക്കെ എടുത്തോണ്ടൊരു പോക്ക. ഇങ്ങനെ കിട്ടണേ നിൻ്റെ കയ്യിലിരിപ്പ് ശരിയായിരിക്കുകയല്ല. വെറുതെ എന്നെ അതിനെ കുടുംബക്കാരെ വേദനിപ്പിച്ച്. കൊച്ചു നമ്പർ പറ, ഞാൻ വിളിച്ച് സംസാരിച്ച് പ്രശ്നം പരിഹരിച്ചു തരാം. ഇതാ കുഴപ്പം. ഞാനല്ലയോ പറയുന്നേ, ഞാൻ അവരോട് സംസാരിക്കാന്നേ. നീ എന്നെല്ലാം പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാം. ഇനി അഥവാ അവരാ പ്രശ്നം ഉണ്ടാക്കിയതെങ്കിൽ നമുക്കതും പരിഹരിക്കാം. ആരുമില്ല. സോറി. എനിക്കാരുമില്ല. ഞാനിപ്പം തന്നെ പോയിക്കോളാം. പറ്റില്ല. ഓക്കെ, നിനക്ക് ആരും ഇല്ലെന്ന് പറഞ്ഞ അപ്പനും അമ്മയും? എന്നാ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എൻ്റെ കർത്താവേ. എന്തിനാ കൃഷ്ണ, എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യണേ? എന്റെ ജീവിത കൃഷ്ണ എന്റെ ആരാണെന്ന് പോലും അറിയാത്ത ഒരാളുടെ കൂടെ ഒരു വീട്ടിൽ ഞാൻ പോലും വയ്യാണ്ടിങ്ങനെ ഇരിക്കേണ്ടി വരാന്ന് വെച്ചാ ഇങ്ങനെ എന്നെ മാത്രം ഇങ്ങനെ കൃഷ്ണ ഇങ്ങനെ ബാക്കിയാക്കി അച്ഛൻ്റെ അമ്മയുടെ കൂടെ എല്ലാവരുടെ ഒപ്പം എന്നെ കൂടെ എങ്ങനെ എടുത്തുകൂടായിരുന്നു? നീ അനുഭവിക്കുക എന്താ ബാക്കിയുള്ളത്? അയാളെന്നോട് ചോദിച്ചുകൊണ്ടിരിക്കും, ഞാൻ എന്താ പറയട്ടെ? വിശ്വസിക്കാൻ പറ്റുമോ? എനിക്ക് സംഭവിച്ചതൊക്കെ പറഞ്ഞാലെങ്കിലും വിശ്വസിക്കുമോ? എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യണേ? എന്തിനാ? വേദനകളെല്ലാം മാത്രമേ അറിയൂ.
അല്ല കൃഷ്ണ, ചിന്നുനെ ആരും മനസ്സിലാക്കിയിട്ടില്ല. എന്റെ മാമനൊഴികെ എനിക്കൊരു കൂടപ്പുറം പോലും ഇല്ലാണ്ട്. ആ വണ്ടി ഇടിച്ചപ്പോ ഞാൻ എടുത്തുകൂടായിരുന്നു, ജീവനങ്ങ് എടുത്തുകൂടായിരുന്നു. ഇങ്ങനെ മറ്റൊരാളുടെ അവതാരത്തിൽ എനിക്ക് എന്തിനെങ്കിലും ഒരു ജീവിതം അവരെ വിശ്വസിക്കാൻ പറ്റുമോ കൃഷ്ണ? എനിക്കല്ലേ അറിയത്തുള്ളൂ. ഞാൻ എങ്ങനെയുള്ള സ്വഭാവം അറിയാം. മരിച്ച് 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 ഇനി ജീവിക്കണോ? ഞാനില്ല, എനിക്ക് പറ്റണില്ല. നോക്ക്, ഇതൊരു വേദനയാണെന്ന് പറയൂ ശരീരമൊക്കെ. എനിക്ക് പറ്റണ്ട ഈ വേദനയൊക്കെ കൂടെ സഹിക്കാൻ. എങ്ങനെയാണോ ഇങ്ങനെ സ്നേഹിക്കണോണ്ടാണോ ഇങ്ങനെ വേദനിപ്പിക്കണേ? ഒക്കെ മനസ്സിലായി. ഉപദ്രവിക്കുന്നവരൊക്കെ സന്തോഷിക്കുക. നിന്നെ എത്ര സ്നേഹിക്കണം, എന്നോട് നീ എന്താ കാട്ടണേ? ഒരു ദിവസമെങ്കിലും എനിക്ക് സന്തോഷം തന്നിട്ടുണ്ടോ? മതിയായി, ചിരിക്കണ്ട. എനിക്ക് മതിയായി. എനിക്ക് എന്നോട് സ്നേഹമില്ല, ഒന്നുമില്ല. എനിക്ക് വേദന സഹിക്കണ്ട. ഇങ്ങനെ സംരക്ഷിക്കുക അയാളെ കൊണ്ടുവന്ന് പിന്നെ തെരുവിലേക്ക് വലിച്ചെറിയാനല്ലേ, പലവരുടെ ആട്ടം കേൾക്കാനല്ലേ, ചവിട്ടി തേക്കാനല്ലേ. അതിൽ കൂടുതൽ ഞാൻ എന്താ പ്രതീക്ഷിക്കണ്ടേ? എന്റെ അച്ഛനും അമ്മ ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പൊ കുറെ വട്ടം കേട്ടിരിക്കുന്നു അല്ലേ? ജനിച്ച നാൾ പോലെ അനുഭവിക്കുന്ന നാൾ പോലെ ഞാൻ പറയുന്നതല്ലേ? അപ്പൊ നിനക്ക് മടിച്ചിട്ടുണ്ടാവും. എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടല്ലേ? കേട്ട് നിനക്ക് തന്നെ എന്നോട് വേർപെട്ടിട്ടുണ്ടാവും. എനിക്കറിയാം, ഞാൻ അനുഭവിക്കണം. എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നീ ആരുടെ മുന്നിലേക്ക് എന്നെ എത്തിക്കാൻ പോണേ? ഇവിടെ നിറങ്ങിയ ഇവിടെ അല്ലേ ഇറങ്ങണേ? അവസ്ഥയുടെ ഭൂമിയുണ്ടോ? അതിലും തരാറുണ്ട് കൃഷ്ണ. എനിക്ക് അതിൽ തരാറുണ്ട്. എനിക്ക് എന്നാലും അച്ഛന് എന്നായിരിക്കും പറ്റിയത്? പാതിരാത്രി 1:30 ആ ഹൈവേ റോഡിൽ എങ്ങനെ എത്തിയതാ? ഒന്നും പിടികിട്ടുന്നില്ല. നോക്കാം. ഹലോ, എന്നാ ഐഡി? ഒരു രക്ഷയില്ല മോനെ. ഹോസ്പിറ്റലിൽ നിന്ന് ഒരു നഴ്സിനെ പോലും കിട്ടാനില്ല. ഞാനെന്ന ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. ഒരു നഴ്സിനെങ്കിലും കൊച്ചിന്റെ അടുത്ത് നിർത്താന്ന് കരുതിയിട്ടായിരുന്നു. മാക്സിമം നോക്കി നടക്കുകയല്ല. അതിനാണോ നീ നേരത്തെ വെച്ചിട്ട് പോയേ? ആന്നേ, എന്നടാ ചെയ്യുന്നേ? നിനക്ക് കുടുംബത്തിൽ കയറണ്ടായോ? ഞാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ. അല്ല, ചോദിക്കാൻ വിട്ടു, ആ കൊച്ചിന് ബോധം വേണോ? വീണടി. എന്നിട്ടോ? എന്നിട്ടെന്നാ, അനങ്ങാൻ പോലും മേല. ഞാൻ പൊക്കിയെടുത്ത് വാഷ്റൂമിൽ കൊണ്ടുപോയി കഴിക്കാൻ കൊടുത്തു, മെഡിസിൻ കൊടുത്തു. പിന്നെ പിന്നെ ഉടുത്തു മാറാൻ ഒരു സാരി മേടിച്ചു കൊടുത്തു. കൈക്ക് ചതവുണ്ടല്ലോ, പിന്നെങ്ങനെയാ സാരി? ഞാൻ നമ്മുടെ ശ്രീയേട്ടൻ്റെ വൈഫില്ലയോ, കീർത്തി ചേച്ചി, നമ്മുടെ ഷോപ്പിൽ നിൽക്കുന്നേ, ചേച്ചിയെ വിളിച്ചു. ചേച്ചി വന്ന് ഉടുപ്പിച്ചു കൊടുത്തു. നീ എന്നെ മണ്ടത്തരം കാണിച്ചിട്ടാനി? ആ ചേച്ചിയോട് എന്നാന്നാ പറഞ്ഞേ? ഉള്ള കാര്യമെന്ന് പറഞ്ഞു. പിന്നല്ലാതെ മൂടി വെച്ചിട്ടിപ്പോൾ എന്നതിനാ? ചേച്ചിയെ 100% വിശ്വസിക്കാം. എനിക്കറിയാവുന്നതല്ലേ കുറേ വർഷമായിട്ട്. എനിക്കറിയാൻ മേല. കണ്ണു തുറന്നിട്ട് ഞാൻ കൊച്ചിനോട് അഡ്രസ്സ് ചോദിച്ചോ? ചിലപ്പോൾ ഇന്നും കൂടെ നിന്നാൽ ഓക്കെ ആകും. മേ ബി പെയിൻ ഉണ്ടാകും. അതിനുള്ള മെഡിസിനൊക്കെ കൊടുത്തു വിടാം. വേണേൽ കുറച്ച് ക്യാഷും കൂടെ കൊടുത്തേരെ. എത്രയാന്ന് വെച്ചാൽ കൊടുത്തു, കുറയ്ക്കണ്ട. നീ അത് എങ്ങനെയും ഡീൽ ചെയ്ത് ഒഴിവാക്ക്. എൻ്റെ പേര് വരല്ലേ ഡാനി. ഓ ആയിക്കോട്ടെ. എനിക്കറിയാം നീ അത് പുഷ്പം പോലെ കൈകാര്യം ചെയ്യുമെന്ന്. മൈ മാൻ ഇസ് ദ വൺ. പക്ഷെ കൊച്ചിനെ ആരും അന്വേഷിച്ച് വന്നില്ലല്ലോ. മിസ്സിംഗ് കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ഡാനി പെട്ട്.
അതിനു മുന്നേ കൊച്ചിനെ എങ്ങനെയും പറഞ്ഞു വിട്ടടാ. എൻ്റെ വണ്ടി എങ്ങാനും വന്ന് തട്ടിയെന്നറിഞ്ഞ എൻ്റെ സ്റ്റാറ്റസിൻ്റെ ഡാഡി എനിക്ക് ചിന്തിക്കാൻ പോലും മേല. പറ്റുമെങ്കിൽ നാളെ തന്നെ ഒഴിവാക്കിയേരെ, എവിടാന്ന് വെച്ചാൽ കൊണ്ടുവിട്ടേരെ. പിന്നെ നടക്കാറൊക്കെ ആണെങ്കിൽ എടുത്തും പിടിച്ചുള്ള പരിപാടിയൊന്നും ഇനിയും വേണ്ട. നീ എന്നാ വരുന്നതെന്ന് പറ. ഞാൻ പറഞ്ഞില്ലേടാ, 5-6 ദിവസത്തെ ക്ലാസ് കൊടുക്കണം. യു നോ ഐം വെരി ലക്കി. ബിക്കോസ് ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടറിന് ഫാമിലി റിലേറ്റഡ് എന്തോ ഇഷ്യൂ കാരണം കക്ഷി ബാക്കൗട്ടായി. ആ ചാൻസ് എനിക്ക് കിട്ടിയത്. സോ എനിക്ക് പ്രസൻറ്റേഷൻ റെഡിയാക്കണം, സ്പീച്ച് റെഡിയാക്കണം. ദെൻ ഏറ്റവും യങ്ങസ്റ്റ് ഞാൻ. ബട്ട് ഒരു പ്രോബ്ലം, 1 ഡേക്ക് ഒരു സർജറിക്ക് വന്നതല്ലേ ഞാൻ. അതുകൊണ്ട് 7 ഡേയ്സ് നിൽക്കാനുള്ള ഡ്രസ്സൊന്നും കയ്യിലില്ലല്ലോ. പ്രോഗ്രാം ലീഡ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആരും എന്നോടൊന്നും പറഞ്ഞതുമില്ല. പെട്ടെന്നായിരുന്നില്ലേ. എന്നാലും ഞാൻ നാളെ ഒരു പർച്ചേസിങ്ങിന് പോവാം. ഞാനായിരിക്കണം ഗ്രാൻഡ് ആൻഡ് ബ്യൂട്ടി. അതുമാത്രം പോരാ, കണ്ടന്റും ഉണ്ടാവണം. കണ്ടന്റ് ഇല്ലേ ലിറ്ററേച്ചർക്ക് വേണ്ടി കൈയടിക്കാൻ 100 പേരുണ്ടാകും മോനെ ഡാനി. ഓ വലിയ കാര്യമായിപ്പോയി. അസൂയക്ക് മരുന്നില്ല മോനെ. എനിക്ക് എന്നത്തിനടി അസൂയ? എന്റെ പെണ്ണ് മറ്റുള്ളവരുടെ മുന്നിൽ ഉയരുന്നത് എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. അതെനിക്കറിയാടെ ചെക്ക, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. ഞാൻ ഷോപ്പിങ്ങിന് പോകും. ഡ്രസ്സ് സെലക്ട് ചെയ്ത് ഫോട്ടോ ഇടുവേ. ഏതാ എടുക്കണ്ടേന്ന് പറഞ്ഞേക്കണം. ആ, നീ ഫോട്ടോ ഇടാതെ വിളിച്ചാൽ മതി. സാരി ഒന്ന് ട്രൈ ചെയ്യടി, കുറച്ച് നാച്ചുറൽ ലുക്ക് കിട്ടും. അതുമല്ല ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. സാരി എടുത്തിട്ടുള്ള ഭംഗിയൊന്നും എനിക്ക് വേണ്ട. ആ, എന്നെ വേണേലും വലിച്ചു കയറ്റിയിട്ട്. ഞാൻ എന്നാ വേണേലും വലിച്ചു കയറ്റിട്ടോളാം. ശരി, അപ്പൊ വിളിക്കാം. ആ ശരിയടി, മിസ് യു. മിസ് യു. കൊച്ചിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇതെന്നാ നീ കൊച്ചിൻ്റെ മോന്തയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നേ? എൻ്റെ പൊന്നു കുഞ്ഞ കരച്ചിലൊക്കെ ഒന്ന് നിർത്ത്. ആ ഗുളിക കഴിച്ചപ്പോൾ വേദനയ്ക്കൊക്കെ ഇച്ചിരി കുറവില്ലയോ? അതെങ്ങനാ? എന്നേലും മൂളിയാലല്ലയോ ബാക്കിയുള്ളവന് സ്വസ്ഥത കിട്ടത്തുള്ളൂ. ആ, എന്നേലും ആവശ്യമുണ്ട് വിളിച്ചു ഞാൻ ഹാളിലുണ്ടാവും. ഓക്കെ രാധിക, ഈ പ്രൊജക്റ്റ് you know that very well. I know, but keep this. It's time to take your responsibility to the next level, okay? Sir, let's step down. Good. Tomorrow 10:30, okay? Ready, sir. പക്ഷെ ഞാൻ നമ്മുടെ ഷോറൂമിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്താൽ മതി, സാറാസിൻ്റെ. ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം. താങ്ക് യു സർ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.